അടുക്കി തിരിച്ചടി എന്ന തരത്തിൽ ഇറാൻ ഇസ്രയേലിലും ഗൾഫ് മേഖലയിലെ US ബേസുകൾക്ക് നേരെയും മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും തുടരുകയാണ്. വ്യാപകമായ നാശനഷ്ടങ്ങളും ചിലയിടങ്ങളിൽ മരണങ്ങളും ഇറാൻ ആക്രമണത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ഹോർമൂസ് കടലിടുക്കിലും ഇസ്രയേലിലും സൈപ്രസിലുമടക്കം ഇറാൻ ബോംബുകൾ പതിക്കുന്നതിന്റെയും അവ മൂലമുള്ള നാശത്തിന്റെയും വീഡിയോകളും ചിത്രങ്ങളും അണമുറിയാതെ പ്രവഹിക്കുമ്പോൾ ശരിക്കും ഇറാനാണോ മേൽക്കൈ എന്ന് സംശയിക്കാം. പക്ഷേ അതുറപ്പിക്കാൻ പറ്റില്ല താനും. ഇസ്രയേലിലും മധ്യപൂർവ്വദേശത്തും പരക്കെ ആക്രമണം നടത്തുന്നുണ്ട് ഇറാൻ. ഇതിൽ തന്നെ UAEയിലേക്കാണ് വലിയ അളവിൽ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നത്. ദുബായിലെ US സൈനിക കേന്ദ്രങ്ങളും ഓസ്ട്രേലിയയുടെ സൈനിക താവളങ്ങളും ഇറാൻ ആക്രമിച്ചുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ദുബായിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള അൽ മിനാദ് വ്യോമത്താവളത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. US സൈനിക കെട്ടിടത്തിന് സാരമായ നാശനഷ്ടമുണ്ടായി. ദുബായ്ക്ക് പുറമെ ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് തുടങ്ങി US സൈനിക താവളങ്ങൾ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇറാൻ ആക്രമണം തുടരുകയാണ്. കുവൈറ്റിലെ US എംബസി തകർത്തുവെന്നും ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ 500-ലേറെ US സൈനികരെ വധിച്ചു എന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ 6 സൈനികരുടെ മരണം മാത്രമാണ് US സെൻട്രൽ കമാൻഡ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിലെ റിയാദിൽ US എംബസി ആക്രമിച്ചു. ഒമാനിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഖത്തറിൽ പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് സമീപത്തും സൗദിയിൽ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു. ബഹ്റൈനിലെ US-ന്റെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. ഇസ്രയേലിൽ ടെൽ അവീവിലും ജെറുസലേമിലും അടക്കം ആക്രമണമുണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ചതായും നെതന്യാഹുവിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല എന്നും ഇറാൻ അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇതിനു പിന്നാലെ നെതന്യാഹു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇറാനുള്ള മറുപടിയായിരുന്നു. ഇറാന് മാരക പ്രഹരമേൽപ്പിക്കുന്ന രീതിയിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം അഴിച്ചുവിടുന്നുമുണ്ട്. ഒരു കാര്യം പറയട്ടെ, പക്ഷം പിടിക്കാനോ ഇറാനെയോ ഇസ്രായേലിനെയോ ന്യായീകരിക്കാനോ അല്ല ശ്രമിക്കുന്നത്. വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ തുറന്നു പറയുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് US ഇസ്രായേൽ സഖ്യസേനയുടെ ആക്രമണത്തിന് ഇറാൻ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷാഹിദ് ഡ്രോണുകളും അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകളുമാണ് നിലവിൽ ഇറാന് ആക്രമണത്തിനും പ്രതിരോധത്തിനും ഒരുപോലെ കൂട്ടുള്ളത്. അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ബഹ്റൈനിലെ മനാമയിൽ സൽമാൻ തുറമുഖത്തിന് സമീപത്തായി US നാവിക കേന്ദ്രം ആക്രമിച്ചത്. അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം ഇവിടെയാണ്. സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിക്ക് സമീപം മിസൈൽ അവശിഷ്ടം പതിച്ച് കപ്പലിന് തീപിടിച്ചു. അമേരിക്കയുടെ സൈനിക മേൽക്കോയ്മയ്ക്കേൽക്കുന്ന ശക്തമായ തിരിച്ചടിയാണ് 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയുള്ള ആക്രമണം. ബഹ്റൈനിലെ US താവളത്തിന് നേരെയും ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണമുണ്ടായി. ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന താവളത്തിന് നേർക്കാണ് ആക്രമണം നടത്തിയത് എന്ന് ഇറാന്റെ IRGC അറിയിച്ചു. 20 ഡ്രോണുകളും 3 മിസൈലുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത്. പ്രധാന കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ചു. അതേസമയം ബഹ്റൈൻ ഇക്കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. ഇസ്രയേലിന് നേർക്കും ശക്തമായ ആക്രമണം ഇറാൻ അഴിച്ചുവിടുന്നുണ്ട്. ടെൽ അവീവിലും ജെറുസലേമിലും അടക്കം ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. 200ഓളം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. യുദ്ധത്തിനൊപ്പം ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളുടെ എണ്ണ വ്യാപാരത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണ് എന്നും അതുവഴി കടന്നു പോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിലും തീയിടുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 5/1 ഹോർമൂസ് വഴിയാണ് കടന്നു പോകുന്നത്. ഏഷ്യൻ വിപണികളിലേക്കുള്ള എണ്ണയുടെ പ്രധാന കടത്തുമാർഗം ഇതാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ, ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം എണ്ണയും പ്രകൃതിവാതകവും ഹോർമൂസ് വഴിയാണ് പ്രധാനമായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഏഷ്യൻ വിപണികളിലേക്ക് എത്തുന്നത്. കടലിടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം ആഗോള എണ്ണ വിതരണ ശൃംഖലയെ വൻതോതിൽ തടസ്സപ്പെടുത്തും. ഇത് വിപണികളിൽ എണ്ണവില ഉയരാൻ ഇടയാക്കും. സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് സൈനികാഭ്യാസങ്ങൾക്കായി അല്പനേരം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചപ്പോൾ തന്നെ എണ്ണവിലയിൽ 6% വർധനവാണ് രേഖപ്പെടുത്തിയത്. അങ്ങനെ വരുമ്പോൾ സ്ഥിരമായി കടലിടുക്ക് അടച്ചിടുന്നത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ഊഹിക്കാൻ പോലും ആകാത്തതായിരിക്കും. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അടച്ചുവെന്ന ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളിക്കളഞ്ഞു. ജലപാത ഇപ്പോഴും തുറന്നു തന്നെയാണ് എന്നും കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്നും അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് ബദലായി സൗദി അറേബ്യയും UAEയും പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും
മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണ കയറ്റുമതിക്കും ഈ ജലപാതയല്ലാതെ മറ്റ് സുരക്ഷിത മാർഗങ്ങൾ ഇല്ല എന്നത് ഈ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതിക്ക് തടസ്സം സൃഷ്ടിക്കും. അതിനിടെ ആക്രമണം മൂർച്ഛിക്കുമ്പോൾ പുതിയ തരം ആക്രമണ രീതി തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇസ്രായേൽ. കൃത്യമായ ലക്ഷ്യസ്ഥാനമില്ലാതെ ഒരു പ്രദേശമാകെ തുടച്ചു നീക്കുന്ന തരത്തിൽ കാർപ്പറ്റ് ബോംബിംഗ് രീതിയാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ മാർക്ക് ചെയ്തുള്ള മിസൈൽ വർഷങ്ങൾക്ക് പകരം പുരാതന യുദ്ധരീതിയായ കാർപ്പറ്റ് ബോംബിംഗ് ഇസ്രായേൽ തെരഞ്ഞെടുത്തതിനെ ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. കൃത്യമായ ലക്ഷ്യസ്ഥാനത്തിന് പകരം വിശാലമായ പ്രദേശത്ത് ലക്ഷ്യബോധമില്ലാതെ അനേകം ബോംബുകൾ വർഷിക്കുന്ന രീതിയാണ് കാർപ്പറ്റ് ബോംബിംഗ്. സൈനിക താവളങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, വിതരണ ശൃംഖലകൾ, നഗരങ്ങൾ എന്നിവയുൾപ്പെടെ ഒരു മേഖലയാകെ തുടച്ചു നീക്കപ്പെടാൻ ഇത് കാരണമാകും. വേഗത്തിൽ കൂടുതൽ സ്ഥലത്ത് നാശം വിതച്ച് ഇല്ലാതാക്കി യുദ്ധം അവസാനിപ്പിക്കുക, ഒരു ഭൂപ്രദേശം തന്നെ തുടച്ചു നീക്കുക, ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വലിയ വലിയ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ച് ഇത്തരം യുദ്ധമാതൃകകൾ സ്വീകരിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പ്രധാന ആക്രമണ രീതിയും ഇതായിരുന്നു. അന്നത് വലിയ തോതിലുള്ള ആൾനാശത്തിനും കെട്ടിടനാശത്തിനും അടക്കം കാരണമായി. വിയറ്റ്നാം യുദ്ധകാലത്തും അമേരിക്ക ഇത്തരം കാർപ്പറ്റ് ബോംബിംഗ് രീതി നടത്തിയിട്ടുണ്ട്. ഈ കാർപ്പറ്റ് ബോംബിങ്ങിനെ മറ്റൊരു രീതിയിലും വിശേഷിപ്പിക്കാം. ഒരു ഏരിയ മുഴുവൻ കാർപ്പറ്റ് വിരിക്കുന്ന രീതിയിലുള്ള ആക്രമണം. ആ രീതിയിലായിരിക്കും ഇതിന്റെ നാശനഷ്ടങ്ങൾ. എന്തായാലും ഈ പുരാതന യുദ്ധമുറ ഇസ്രായേൽ വീണ്ടും സ്വീകരിക്കുന്നത് ഇറാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. യുഎസും ഇസ്രായേലും ഇറാനെ നേരിട്ട് ആക്രമിക്കുമ്പോൾ മറുപടിയായി ഇറാൻ ഇസ്രായേലിൽ നേരിട്ടാണ് ആക്രമണം നടത്തുന്നത് എങ്കിലും യുഎസിന് മറുപടി നൽകുന്നത് ഗൾഫ് മേഖലയിലെ അവരുടെ ബേസുകൾ ലക്ഷ്യമിട്ട് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടാണ്. ഇത് ഇന്ത്യക്കാരടക്കം ധാരാളം പ്രവാസികളുള്ള ഗൾഫ് മേഖലയിലും അശാന്തി പരക്കാൻ കാരണമായിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റിയാദിലെ യുഎസ് എംബസിയിൽ ഇറാൻ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ എംബസിക്ക് തീപിടിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. എംബസി ആക്രമണത്തിന് ഉടൻ മറുപടി നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എംബസി ആക്രമിക്കപ്പെട്ടതോടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്ന സ്ഥിതിയുണ്ടായി. അബുദാബിയിലേക്ക് പോകുകയായിരുന്ന 2 ഇത്തിഹാദ് വിമാനങ്ങൾ മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ദുബായിലേക്കുള്ള എമിറേറ്റ്സ് വിമാനം മുംബൈയിലേക്ക് തിരികെ പോയി. റിയാദിലെ നയതന്ത്ര മേഖല ലക്ഷ്യം വെച്ചും ആക്രമണം നടന്നതായി പറയപ്പെടുന്നു. 2 തവണയാണ് നയതന്ത്ര മേഖലയിൽ സ്ഫോടനം നടന്നത്. അതേസമയം നയതന്ത്ര മേഖല ലക്ഷ്യമിട്ടെത്തിയ 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി സൗദി വ്യോമ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ഖത്തറിന്റെ ഊർജ്ജരംഗത്ത് പ്രതിസന്ധിയുണ്ടാക്കുന്ന തരത്തിൽ പ്രകൃതിവാതക പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഖത്തർ എനർജിക്ക് കീഴിലെ 3 LNG പ്ലാന്റുകൾ അടച്ചിട്ടിരിക്കുകയാണ്. റാസ് ലഫാൻ, മെസയീദ്, ഇൻഡസ്ട്രിയൽ സിറ്റി എന്നിവിടങ്ങളിലെ പ്ലാന്റുകളാണ് അടച്ചത്. ലോകത്തെ LNG ഉൽപാദനത്തിന്റെ 1/5 നടക്കുന്നത് റാസ് ലഫാനിലാണ് എന്നത് ഖത്തറിന്റെ പ്രകൃതിവാതക രംഗത്ത് പ്രതിസന്ധി ഉണ്ടാക്കും. സൗദി അറേബ്യയിലെ ജുബൈലിൽ എണ്ണ ശുദ്ധീകരണശാല ലക്ഷ്യമിട്ടും ഇറാന്റെ ആക്രമണമുണ്ടായി. ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ചെറുത്തുവെങ്കിലും അവശിഷ്ടങ്ങൾ പതിച്ച് നേരിയ രീതിയിൽ തീപിടുത്തമുണ്ടായി. തുടക്കത്തിൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് ഒമാനെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒമാന് നേർക്കെതിരെയും ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. ഒമാൻ തീരത്തെ എണ്ണക്കപ്പലുകളെ ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ഒരു ഇന്ത്യക്കാരൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും 2 ഇന്ത്യക്കാരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട്. സ്കൈലൈറ്റ്, MKD വ്യോം എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. മസ്കറ്റിന് വടക്ക് 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചുണ്ടായ ആക്രമണത്തിൽ MKD വ്യോം കപ്പലിൽ പൊട്ടിത്തെറിയുണ്ടായി. മാർഷൽ ഐലൻഡ്സ് പതാക വഹിക്കുന്ന കപ്പലാണ് വ്യോം. പലാവ് പതാക വഹിക്കുന്ന സ്കൈലൈറ്റ് എന്ന കപ്പലും ആക്രമിക്കപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിന് സമീപത്തായിരുന്നു ഇത്. 15 ഇന്ത്യക്കാർ സ്കൈലൈറ്റ് എന്ന കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതടക്കം 2 കപ്പലുകളിൽ നിന്നുമായി ഏകദേശം 28 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ ഈ മാസം 12 വരെ നീട്ടിയിരിക്കുകയാണ്. അതിനിടെ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുമുണ്ട്. ടെഹ്റാനിലെ ആസ്ഥാനത്തിന് സമീപം 2 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി വാർത്താ ഏജൻസി തന്നെ സ്ഥിരീകരിച്ചു. പക്ഷേ സംപ്രേഷണം തടസ്സമില്ലാതെ തുടരുന്നതായും വാർത്താ ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ പിന്തുണച്ചു എന്ന കാരണത്താൽ ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തി. ലെബനന്റെ തെക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലും ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിലും ആക്രമണം നടന്നു. 52 പേർ കൊല്ലപ്പെടുകയും 154 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ 28,500-ൽ അധികം ആളുകൾ പലായനം ചെയ്തതായാണ് കണക്കുകൾ.